ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര സബർമതി ആശ്രമം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ അഹമ്മദാബാദിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ട് എത്താൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഇവിടെ രാവിലെ 10 മണി മുതൽ ഈവനിങ് ഒരു 6 മണി വരെ ഉണ്ട്. ഞങ്ങൾ ഈവനിങ് ടൈമാണ് ഇറങ്ങിയത്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തി. അവിടുന്ന് നേരെ പോയത് ഗാന്ധീൻ്റെ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഗാന്ധിജീൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഗാന്ധിജീൻ്റെ കത്തുകളുണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളുണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. കൂടാതെ ഇവിടെ ലൈബ്രറി ഉണ്ട്, ഗാന്ധിജീൻ്റെ പ്രതിമ ഉണ്ട്. ഗാന്ധിജി തൻ്റെ ഏകദേശം 12 വർഷം ഇവിടെ ഈ ആശ്രമത്തിലാണ് താമസിച്ചത്. ഈ ദണ്ഡി യാത്ര ആരംഭിച്ചത് ഈ ആശ്രമത്തിൽ നിന്ന് വെച്ചാണ്. പോരാത്തതിന് ഇവിടെ കുറേ മന്ദിരങ്ങളുണ്ട്. ഹൃദയകുഞ്ച്, നന്ദിനി, വിനോബാ ഭാവ കുടീരം, ഉപാസന മന്ദിരം എന്ന് പറഞ്ഞ് ഒരുപാട് മന്ദിരങ്ങളുണ്ട്. ചിത്രങ്ങൾ തന്നെ ഏകദേശം ഒരു 250ഓളം ചിത്രങ്ങളുണ്ടാവും ഇവിടെ. ഇതാണ് നന്ദിനി ഗസ്റ്റ് ഹൗസ്. പണ്ട് ഇന്ത്യക്കാരും വിദേശികളൊക്കെ ഇവിടെ ഗസ്റ്റുകളായിട്ട് വന്നവരൊക്കെ ഇവിടെയാണ് താമസിച്ചത്. ഇതാണ് വിനോബ ഭാവ കുടീരം. ഇവിടെ ആണ് വിനോബ ഭാവ വന്നപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഉപാസന മന്ദിരം. ഇവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥനകളൊക്കെ നടന്നത്. ദണ്ഡിയാത്രാ സമയത്തൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചിറങ്ങിയത്. ഇവിടെ തന്നെ ഗാന്ധിജീൻ്റെ ഒരു പ്രതിമ ഉണ്ട്. ഇടയ്ക്ക് ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല, അല്ലാണ്ട് കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് ഖാദി ഷോപ്പ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നല്ല വ്യൂ ആണ്. അവിടെ ഇരുന്നിട്ട് നല്ല ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സബർമതി നദി കാണാം, സബർമതി നദി. അപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇത് എൻട്രൻസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇങ്ങനെയാണ് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പം അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.